ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ അവരെങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഓരോ ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ നമുക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും ഓവറോൾ എനർജി എങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ നിങ്ങളുടെ എനർജി നോക്കാം. ഓക്കെ, ഫുൾ എനർജിയാണ്. ഇനി പേഴ്സൻ്റെ എടുക്കാം. സ്ട്രെങ്ത് ആണ് പേഴ്സൻ്റെ എനർജിയായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഫ്രഷ്നെസ് നമുക്കിവിടെ കാണാം, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കാണാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് തളർന്നു പോകാനായിട്ട് റെഡിയല്ല. കാരണം ഈ ഒരു ബന്ധം നിങ്ങൾക്ക് വേണം, നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. ആ പേഴ്സണെ ആയിരിക്കാം, റിലേഷൻഷിപ്പിനെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇതിനകത്ത് വീണ്ടും വളരെ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിലും ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞു പോയ കാര്യങ്ങൾ, ഇപ്പോൾ ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും വീണ്ടും കുത്തിപ്പൊക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഇനിയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇനിയെങ്കിലും ഇത് നല്ല രീതിയിൽ പോയാൽ മതി, കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് കാണാനുള്ള ഒരു മാനസികാവസ്ഥ ഉള്ളവരുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചില റീഡിങ്സ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ചില എനർജീസ് എടുക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ക്ലാരിറ്റി വേണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു അഷുറൻസ് വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു തരത്തിലൊന്നും പോകുന്നവരല്ല. കാരണം അതിനൊറ്റ റീസണേ ഉള്ളൂ, ഒരു വ്യക്തി ഇപ്പം അതിനകത്ത് ക്ഷമിക്കാനോ മറക്കാനോ പൊറുക്കാനോ ഒക്കെ റെഡിയാണ്, ഇനിയെങ്കിലും നന്നായിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ അവർക്കത് അത്രത്തോളം പ്രിയപ്പെട്ടതാണെന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്ന് പറയുന്ന ഒരു എനർജി നിങ്ങളുടെ ഭാഗത്തു നിന്ന് കാണാം. ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു പക്ഷേ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കാം, ആ ഒരു വ്യക്തി അത്രയും പ്രിയപ്പെട്ടതായതുകൊണ്ടായിരിക്കും. ആ ഒരു കോൺഫിഡൻസോടു കൂടിയുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാം. അതുമാത്രമല്ല, കുറച്ചുകൂടി ഇപ്പോൾ ഇതൊരു കോൺടാക്റ്റിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഒരു പുതിയ വൈബിലേക്ക് പോകാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി മുന്നോട്ട് പോകണം ഈ ഒരു റിലേഷൻഷിപ്പിൽ, ഈ ഒരു തടസ്സം ഉണ്ടാവരുത് എന്നുള്ള ആ ഒരു ഡിസയർ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാമെന്നുള്ളതാണ്. ഇനി അതുപോലെ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊന്ന് അകന്ന് നിൽക്കുന്ന വ്യക്തികളാണ്, പക്ഷെ വീണ്ടും ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും നിങ്ങളെ അഡ്വൈസ് ചെയ്യുകയാണ്, ഇനി ഇതിനകത്തേക്ക് പോകണോ അല്ലെങ്കിൽ എടുത്ത് ചാടണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങളതിനൊന്നും മുഖവില കൊടുക്കില്ല. കാരണം നിങ്ങളൊരു വ്യക്തമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്, ഈ റിലേഷൻഷിപ്പ് വേണം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു തീരുമാനം എന്താണോ, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിനകത്ത് ഉറച്ചു നിൽക്കുന്നവരാണ്. റിലേഷൻഷിപ്പ് വേണമെന്നും അത് മാത്രമല്ല അത് നല്ല രീതിയിൽ പോകണമെന്നും ആഗ്രഹിക്കുന്ന ആ ഒരു കോൺഫിഡൻസ് എനർജി ലെവൽ നമുക്കിവിടെ കാണാം. ഇനി നമ്മൾ പേഴ്സൻ്റെ എനർജിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവർ കുറച്ചൊരു സ്ലോ പേസ് ആണെന്ന് പറയാം. സ്ലോ പേസ് ആയതുകൊണ്ട് അവർക്ക് ഇതിനകത്ത് താല്പര്യമില്ല ഉള്ളതല്ല. കാരണം നിങ്ങളുടെ എനർജിയിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഹൈ എനർജി നമുക്ക് കാണാം, എന്തിനും റെഡിയായിട്ട് നിൽക്കുന്ന ഒരു എനർജി കാണാം. റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഏത് രീതിയിലും മുന്നോട്ട് പോകാൻ നിൽക്കുന്ന ഒരു എനർജി കാണാമെങ്കിൽ ഇവിടെ കുറച്ചൊരു
ക്ഷമ, പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥ, ആ ഒരു രീതിയിലാണ് അവരുടെ ഒരു എനർജി നമുക്ക് കിട്ടിയിട്ടുള്ളത്. കോൺടാക്റ്റിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ പറയുന്നുണ്ടാവാം. ഒരു മയത്തിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് അവരിൽ കാണാനായിട്ട് കഴിയുന്നത്. ഒരിക്കലും ഇവിടെ ഒരു ഹറിബറി ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി അല്ല നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ കാര്യമായിട്ട് ചിന്തിക്കുകയും ഓരോ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മനസ്സിൽ പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സണാണ്. ഇനിയിപ്പോൾ അഥവാ ഈ ഒരു ബന്ധത്തിൽ മറ്റു പല തടസ്സങ്ങളോ അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും എങ്ങനെ അതെല്ലാം പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ അതൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ ആ ആ ഒരു ഘട്ടമൊക്കെ ക്രോസ് ചെയ്ത് പോകാൻ കഴിയും എന്നുള്ളൊരു തിങ്കിങ് ഉള്ളൊരു പേഴ്സൺ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എടുത്ത് പറയേണ്ടത് അതിനകത്തൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഹറിബറിയോ കാര്യങ്ങളൊന്നുമില്ല. ക്ഷമയോട് കൂടി കാര്യങ്ങൾ കാണാനും വളരെ മെച്യൂറായിട്ട് തിങ്ക് ചെയ്യാനും കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. എന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് വേണം താനും, അതും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഈ രണ്ട് എനർജീസും വളരെ സ്ട്രോങ് എനർജീസാണ്. ആ രണ്ടും മേജർ ആർക്കാന കാർഡ്സ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊരു സംയമനത്തോടു കൂടി പോകുന്ന ഒരു എനർജിയായിട്ട് നമുക്ക് പേഴ്സൺ എനർജി കാണാം. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കും റിലേഷൻഷിപ്പ് വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, വേണം. പക്ഷേ അത് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് സമയമെടുത്ത് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കി പോകാനായിട്ടുള്ള ഒരു ആഗ്രഹമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ എനർജി കുറച്ചൊരു ഫാസ്റ്റായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. അതാണ് നിങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് മെയിനായിട്ട് നിൽക്കുന്ന കാര്യം. അപ്പോൾ നമുക്കിനി നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് മറ്റൊരാളോട് പറയുന്നതെന്നുള്ളത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സിനോടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും അല്ലെങ്കിൽ കൊളീഗ്സ് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടായിരിക്കാം. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. High Priestess, Two of Swords, Hermit, Temperance, Nine of Pentacles, Five of Pentacles, Queen of Pentacles, Six of Cups, Seven of Swords, Justice, Ten of Cups, Ace of Pentacles, Hierophant, Knight of Pentacles, Ten of Pentacles. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത്. നിങ്ങൾ എന്താണെന്നുള്ളത് ഒരു പരിധിക്കപ്പുറം അവർക്ക് ഇതുവരെ അടുത്തറിയാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് നാളത്തെ ബന്ധമുള്ള വ്യക്തികളോ ആയിരിക്കണം, ദീർഘനാളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം. ഒരു പക്ഷേ നേരത്തെ മുതലേ അറിയുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് വർഷത്തെ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിലുണ്ടാവാം. ഒരു വളരെ ഒരു ആത്മബന്ധമൊക്കെ തോന്നിയിട്ടുള്ള തരത്തിലുള്ള ഒരു കണക്ഷൻ ആയിരിക്കും. ഏതൊക്കെയെങ്കിലും ഒരു പോയിന്റിലൊക്കെ അത്രയേറെ ഒരു ഡീപ്പായിട്ട് അല്ലെങ്കിൽ ഇമോഷണലായിട്ടൊക്കെ ഇടപഴകിയിട്ടുള്ള വ്യക്തികളായിരിക്കാം. പക്ഷേ പറഞ്ഞതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു അടുപ്പമോ അല്ലെങ്കിൽ കാലപ്പഴക്കമോ ഒക്കെ ഉണ്ടായിട്ട് പോലും കംപ്ലീറ്റ്ലി നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല.
എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് നിങ്ങളുടെ മനസ്സിനകത്ത്. നമ്മൾ ചിലരുടെ കാര്യങ്ങൾ പറയാറുണ്ട്, ഒരു രഹസ്യങ്ങളുടെ കലവറയാണ് എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെയുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്ന് ഈ ഒരു പേഴ്സണ് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്യാരക്ടറും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം. അതായത് ഇവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം നിങ്ങളോട് അവതരിപ്പിക്കുമ്പോൾ നിങ്ങളത് ഏത് രീതിയിൽ എടുക്കും എന്ന് ജഡ്ജ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. ചിലപ്പോൾ അവർ വിചാരിക്കുന്നത്, ഓ ഇത് പറയുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടും എന്നാണ് അവർ വിചാരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളപ്പോൾ ദേഷ്യപ്പെടണമെന്നില്ല. അത് കൺട്രോൾ ചെയ്ത് നിർത്താൻ നിങ്ങൾക്ക് പറ്റും. അല്ലെങ്കിൽ അവരിപ്പോൾ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും, ഓ ഇത് വളരെ സില്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇത് ഓക്കെയാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് പറ്റണമെന്നില്ല. നിങ്ങൾ നേരെ റിവേഴ്സ് ആയിരിക്കും പെരുമാറുന്നത്. അതായത് ആ ഒരു പേഴ്സൻ്റെ ഒരു കണക്കുകൂട്ടലിനപ്പുറമാണ് പലപ്പോഴും നിങ്ങളുടെ ഒരു പെരുമാറ്റം ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ ആയിക്കോട്ടെ എന്നുള്ളത് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. നമ്മളീ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് മാത്രമായിരിക്കണം എന്നില്ല, മറ്റ് എല്ലാവരോടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങളുടേതായിട്ടുള്ളൊരു സ്പേസ് മാറ്റി വെച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു ലോകത്ത് ഉള്ളൊരു പേഴ്സൺ തന്നെയാണ്. അങ്ങനെയാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, നിങ്ങൾ നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അതായത് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു പേഴ്സണാണ് എന്നുള്ളതാണ്. അതായത് ചില വ്യക്തികളെ നമുക്ക് പെട്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ ചെയ്യിക്കാനായിട്ട് സാധിക്കും. ചിലർ അങ്ങനെയല്ല. അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കൊരു നിലപാടുണ്ട്, അവർക്കൊരു സ്റ്റാൻഡുണ്ട്, അവർക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ അവർ ചെയ്യുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയുള്ളൊരു പേഴ്സണാണ്. നിങ്ങളെ പെട്ടെന്ന് അങ്ങ് കയറി ഒരാൾക്ക് ജഡ്ജ് ചെയ്യാനോ ഇൻഫ്ലുവൻസ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല എന്നുള്ള ആ ഒരു സംഗതി ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും കാണാം. അതുപോലെ ഇവർ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ഓവർ തിങ്കിങ് നിങ്ങൾക്കുണ്ട്. ചില സമയത്ത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ക്ലാഷസോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നത് എന്ന് പോലും ചിലപ്പോൾ ഇവർക്ക് വ്യക്തമാവണമെന്നില്ല. അതൊരു പക്ഷേ ഇവർക്ക് നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു തരത്തിലായിരിക്കും ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ആ ഒരു ഓവർ തിങ്കിങ് ഉണ്ട്, ചിന്തിച്ച് ചിലപ്പോൾ കാട് കയറുന്ന ഒരവസ്ഥ. ചില സമയത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കാനായിട്ട് തയ്യാറാവാത്തൊരു എനർജി നിങ്ങൾക്കുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കണം നിങ്ങൾ. നമ്മൾ സെൽഫ് മെയ്ഡ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു വ്യക്തി. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് നിലയിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും അത് സ്വയം അച്ചീവ് ചെയ്ത് വന്നിട്ടുള്ളതായിരിക്കണം. സ്വയം നമ്മൾ വെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ലക്ഷ്യം നമ്മൾ കണ്ടെത്തുക എന്ന് പറയില്ലേ, എന്ന് പറയുന്ന പോലത്തെ ഒരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ ആ ഒരു എനർജി എന്നൊക്കെ പറയുമ്പോൾ വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. അതായത് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു പവർ, അല്ലെങ്കിൽ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളൊരു, ആരുടെയും ഒരു സഹായമില്ലാതെ തന്നെ എല്ലാം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളൊരു പേഴ്സണാലിറ്റി ആയിട്ട് നമുക്കിവിടെ കാണാം. എന്നാൽ അതേസമയം ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വളരെ സെൻസിറ്റീവാണ്. പുറമേ കാണിക്കുന്ന ഒരു ജാടയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കറേജോ ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. എങ്കിലും നിങ്ങൾ വളരെ ആ ഒരു രീതിയിലൊന്നും പോവാതെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സണായിട്ട്, എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ഏതറ്റം വരെ പോകാൻ മടിയില്ലാത്ത ഒരു വ്യക്തിയായിട്ടൊക്കെയാണ് അവർ കാണുന്നത്. ആരുടെയും ഒരു സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോകും. ആരും ഇല്ല, നിങ്ങളെല്ലാവരും ഒറ്റപ്പെടുത്തി കളഞ്ഞു കഴിഞ്ഞാലും മുന്നോട്ട് പോകാനുള്ളൊരു കേപ്പബിലിറ്റി ഉള്ള ഒരു പേഴ്സണായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ദുർവാശിയുള്ള കൂട്ടത്തിലായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അതൊരു പക്ഷേ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കാത്തത് കൊണ്ടായിരിക്കും. കുറച്ചൊരു പിടിവാശിയുണ്ട് നിങ്ങൾക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു എലമെൻറ്റും തീർച്ചയായിട്ടും നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് കാണാം. അതുപോലെ തന്നെ ചില സമയത്ത് ചിലപ്പോൾ വളരെയധികം ക്ഷമ നിങ്ങൾക്ക് ഉണ്ടാവാം. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെയധികം ഒരു സാക്രിഫൈസ് ചെയ്യാനോ വിട്ടുകൊടുക്കാനോ ഒക്കെ ഒരു മടിയില്ലാത്തൊരു എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രകൃതവും ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതായത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു പേഴ്സൺ കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആവുന്നത്. ഇപ്പം നമുക്ക് ചിലവരെ പറ്റി, ഓ ഈ ഒരു പേഴ്സൺ പഞ്ചപാവമാണ്, എന്ത് പറഞ്ഞാലും അവരിങ്ങനെ ആയിരിക്കും,
എന്നുള്ളൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവും. ഇനി ചിലവരെ പറ്റി അങ്ങനെയല്ല. ഒരു ഭയങ്കര ഒരു കുറച്ചൊരു പിരിവിരിപ്പ് കൂടുതലുള്ള ടൈപ്പാണ്. ഇവർക്ക് ക്ഷമ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഇവിടെയുള്ള ഒരു എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും നിങ്ങൾക്കുണ്ട്. പക്ഷെ അതെപ്പോൾ നിങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ പ്രയോഗിക്കും എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇവർ ദേഷ്യപ്പെടും എന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾ ദേഷ്യപ്പെടണമെന്നില്ല. എന്നാൽ നിങ്ങൾ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും എന്നവർ വിചാരിക്കുന്ന സമയത്ത് അങ്ങനെയും നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു പേഴ്സണാലിറ്റി ആയിട്ട് അവർ കാണുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ കള്ളം പറഞ്ഞു പിടിച്ച് നിൽക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അതായത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ തന്നെയാണെന്നുണ്ടെങ്കിലും അവരെന്തെങ്കിലും ഒരു കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് പറയുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ പെരുമാറുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്ന ഒരു പ്രകൃതമായിരിക്കണം. അല്ലെങ്കിൽ അവരായിട്ട് ഇനിയിപ്പോൾ അത് ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാലും ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞു എന്ന് വരാം. അതായത് ഇവിടെ നിങ്ങൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പേഴ്സണാണ്. വളരെ ഹോണസ്റ്റ് ആയിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച്. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾ ജെനുവിനായിട്ട് അല്ലെങ്കിൽ വളരെ നിങ്ങളുടെ ഒരു 100% കൊടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം. എന്നാൽ ആ ഒരു എലമെൻ്റ് തന്നെ നമ്മൾ മറ്റൊരു രീതിയിലും കൂടി നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരി എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം ശരിയാണ് എന്നുള്ളൊരു സംഗതി കൂടിയുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യം ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് തോന്നണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ ആംഗിൾ ഓഫ് വ്യൂവിൽ കൂടി മാത്രമേ നിങ്ങളത് കാണുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വാദിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് അവർ പറയുന്നുണ്ട്. അങ്ങനെ ഒരുമാതിരിപ്പെട്ട കള്ളത്തരങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് നിൽക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് കേപ്പബിലിറ്റി ഉള്ള ഒരു പേഴ്സണായിട്ട് തന്നെ കാണാം. മാത്രമല്ല ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് അഡ്വൈസസ് കൊടുത്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അവരെ പല സിറ്റുവേഷനിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. ഏറ്റവും കൂടുതൽ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ അവർക്കൊരു ഗൈഡൻസ് വേണ്ടുന്നൊരു സമയത്ത് അത് കൊടുക്കുക. അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ അവരുടെ കരിയറിലായിരിക്കാം തീരുമാനം എടുക്കാൻ പറ്റാതെ ഒന്ന് കുഴഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഒരു ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ളൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തന്നെ നമുക്കിവിടെ കാണാം. മാത്രമല്ല ഈ ഒരു പേഴ്സണോടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അത്രയും ഒരു സ്നേഹത്തോടെ ഇൻറ്റിമസിയോടുകൂടി പെരുമാറിയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം. കാരണം ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അടുപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ്റെ ഒരു ഇമോഷണൽ ഡെപ്തൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ള വ്യക്തികളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അതായത് കൂടെ നിൽക്കുന്ന ആൾക്കാരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്ന ഒരു പേഴ്സണാലിറ്റി. അവർക്കൊരു ഹെൽപ്പ് വേണ്ടുന്നൊരു സമയത്തായിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ അവർ ഒരു കുഴപ്പത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ക്ലാഷസോ കാര്യങ്ങളോ അത് ഈ ഒരു പേഴ്സൺ ആയിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരു ഹെൽപ്പ് വേണ്ടുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ക്ലാഷോ കാര്യങ്ങളോ ഒന്നും ഓർക്കില്ല. നിങ്ങളുടെ ഒരു ഫുൾ എഫേർട്ട് എടുത്ത് അവരെ ചിലപ്പോൾ സഹായിച്ചെന്ന് വരും. അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്നൊരു സപ്പോർട്ട് കൊടുക്കുന്ന കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തന്നെ അവർ നിങ്ങളെ നോക്കി കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസ് ഉള്ളൊരു പേഴ്സൺസ് ആണ് എന്നാണ് അവരുടെ ഒരു വ്യൂ. അതായത് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് റിലീജിയനിൽ പെട്ട വ്യക്തികളായിരിക്കാം. ഫിനാൻഷ്യലി ഒരാൾ കുറച്ചൊരു സാമ്പത്തികമായിട്ട് കൂടുതലും കുറവുള്ള പേഴ്സൺസ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസിൽ ചിലപ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഏത് തരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരുപാട് ഡിഫറൻസസ് നിങ്ങൾക്ക് തമ്മിലുണ്ട്. പക്ഷേ എങ്കിലും അവരെ സംബന്ധിച്ച് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് വേണ്ട എന്ന് വെച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു ബന്ധമല്ല നിങ്ങളുമായിട്ടുള്ളത്. അത് ഒരുപാട് ആഴത്തിൽ പതിഞ്ഞൊരു ബന്ധമായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ നിങ്ങൾക്കിടയിൽ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും കുറച്ചൊരു സമയം എടുത്തു കഴിഞ്ഞാലും ഈ ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകണം എന്നാണ് അവരുടെ ഒരു ആഗ്രഹം എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകണം അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഫ്യൂച്ചർ ഉണ്ടാവണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അവരാരോടാണ് പറയുന്നതെങ്കിൽ അവർ പറയുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ചൊരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ബോണ്ടിങ് ആ ഒരു കെട്ടുപാട് നിലനിർത്തണം എന്നുള്ളവരുടെ ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വളരെ ശക്തമായിട്ട് തന്നെ കാണാം. പക്ഷേ അതിനായിട്ട് അവർ ഒട്ടും ഹറിബറിയായിട്ട് നിൽക്കുന്ന എനർജിയല്ല. നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു കാര്യം അവരുടെ ഒരു ഓവറോൾ എനർജി എടുത്തപ്പോൾ വന്നൊരു സംഗതി തന്നെ ഇവിടെയും കാണാം. കുറച്ചൊരു പേഷ്യൻസ് ഇവിടെ അവരുടെ ഒരു എനർജിയിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്ന ഒരു കാര്യമാണ്. പ്രാക്ടിക്കലായിട്ട് അവർ തിങ്ക് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാനായിട്ട് കഴിയില്ലാത്തൊരു പേഴ്സണാണ്. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്കും നിങ്ങളുടെ ഒരു ഡ്രോബാക്ക് ആയിട്ടുള്ള സൈഡും ഒക്കെ
അവരുടെ മനസ്സിലുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഒരു പരിധിവരെ ഒരു വ്യക്തി നമ്മളെക്കുറിച്ച് മറ്റൊരാളോട് പറയുമ്പോൾ അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും കയറി വരുന്നത്. പിന്നെ അഥവാ ചില കേസസിൽ മാത്രമാണ് അവർക്കത് ഹൈഡ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ സ്വയം ന്യായീകരിക്കാൻ വേണ്ടി മാറ്റി പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കൂടുതലും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ ആണ് അവരുടെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോടൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായം നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഫാമിലിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു വ്യക്തിയായിരിക്കണം നിങ്ങൾ. അതൊരു പക്ഷേ ചിലവർക്ക് ഈ ഒരു പേഴ്സൺ തന്നെ നിങ്ങളുടെ ഒരു ഫാമിലി ആയിരിക്കാം. അതായത് ഹസ്ബൻഡോ വൈഫോ അങ്ങനെ നിൽക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷനിൽ പോയിട്ടുള്ളവരൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഫാമിലിക്കായാലും നിങ്ങൾ ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട്, കാഴ്ചപ്പാടുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഒരു സെൽഫ് മെയ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു പില്ലറായിട്ടൊക്കെയാണ് അവർ നിങ്ങളെ നോക്കിക്കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെ ഉയർന്നു വന്ന ഒരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെ ചിത്രീകരിക്കുന്നത്. എങ്കിൽ കൂടിയും നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമായിട്ട് നിൽക്കുന്നത്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവരുടെ ഒപ്പമൊക്കെ നിങ്ങൾ കാണുന്ന ഒരു സംഗതി അതായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും ആ ഒരു ദൃഢത അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനായിട്ടൊരു സ്ലോ ആൻഡ് സ്റ്റഡി മൂഡാണ് നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് കാണുന്നത്. അതൊരു പക്ഷേ അവരുടെ ഒരു സിറ്റുവേഷനും കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കാം അങ്ങനെ അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ ഇവിടെ നോക്കി കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. നിങ്ങളെ ശരിക്കും അവർക്ക് പിടികിട്ടിയിട്ടില്ല എന്താണ് നിങ്ങളെന്നുള്ളത്. ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു രഹസ്യ സ്വഭാവം അല്ലെങ്കിൽ ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട്. നിങ്ങളുടെ ഒരു പെരുമാറ്റത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് ഒക്കെ അവർക്ക് പൂർണ്ണമായിട്ട് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് കഴിയാത്തത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം. ഇപ്പം നമ്മൾ നേരത്തെ നിങ്ങളുടെ എനർജി എടുത്തപ്പോൾ അവിടെ പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കാനാണെന്നുണ്ടെങ്കിലൊക്കെ റെഡിയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്ക് നിലവിലത്തെ എനർജിയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ നേരത്തെ അങ്ങനെ ആയിരിക്കണം എന്നില്ല. നേരത്തെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു വെയിറ്റിംഗ് എനർജിയിലായിരിക്കാം. ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ ആ ഒരു രീതിയിലല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. നമ്മൾ നേരത്തെയും പറഞ്ഞൊരു സംഗതിയാണ്. അവർ ചിലപ്പോൾ ദേഷ്യപ്പെടും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പൊട്ടിത്തെറിക്കും എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളത് വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അപ്പോഴും വേറെ രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് ഒരുപാട് ഏഹ്, ഒരു ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ നോ കോൺടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലും നിങ്ങളുടെ ഒരു മനസ്സിൽ എന്താണ്? നിങ്ങൾ യഥാർത്ഥത്തിൽ ആ ഒരു പഴയ സ്നേഹം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇമോഷണൽ ബോണ്ടിങ് ഉള്ള വ്യക്തികളാണെന്നുള്ളത് അതിപ്പോഴും ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനും ചിലപ്പോൾ അവർക്ക് ഉണ്ടായെന്ന് വരാം. പൂർണ്ണമായിട്ട് നിങ്ങളെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടെ നമ്മൾ എടുത്ത് കാണേണ്ടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 2, നമ്പർ 5, നമ്പർ 9, നമ്പർ 14 ആൻഡ് നമ്പർ 11. ഇതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ക്യാൻസർ, ടോറസ്, വിർഗോ, സജിറ്റേറിയസ് ആൻഡ് ലീബ്ര. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ മറ്റൊരാളോട് ഷെയർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാർഡ് ഒരു ഒറാക്കിൾ കാർഡ് കൂടി ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ വ്യക്തമാണ്, നിങ്ങളുടെ ആ ഒരു സാഹചര്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ പേഴ്സണ് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഫുൾഫിൽമെൻറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അത്രയും വലിയൊരു കംഫർട്ട് സോൺ ചിലപ്പോൾ മറ്റാരും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെയാണ് അവർ കാണുന്നത്. അത് നമ്മളൊന്നും കൂടി ഒന്ന് അഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നിങ്ങളോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ആ ഒരു രീതിയിലാണെന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെ റിസീവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് യൂണിവേഴ്സിൻ്റെ കൂടി ഹെൽപ്പ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.